അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത് വഅത്ബി സയ്യിഅത്തൽ ഹസനത തംഹുഹ എന്ന ഹദീസിൻ്റെ ബാക്കി, വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, നീ ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച എല്ലാ സൽഗുണങ്ങളും ഒരു വിശ്വാസിയുടെ സ്വഭാവത്തിൽ ഉണ്ടാകേണ്ടതാണ്. സത്യം, നീതി, കരുണ, ലജ്ജ, വിട്ടുവീഴ്ച, വലിയവരെ ബഹുമാനിക്കൽ, ചെറിയവരോട് കരുണ കാണിക്കൽ, മാതാപിതാക്കളെ ആദരിക്കൽ, ഇങ്ങനെ എല്ലാ സൽസ്വഭാവങ്ങളും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഖുർആൻ ആണ് എന്നാണ്. ഖുർആനും നബിചര്യയിലും വന്ന എല്ലാ ഗുണങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഒരു വിശ്വാസി സൽഗുണ സമ്പന്നനാകുന്നത്. മതത്തിൻ്റെ ചിഹ്നങ്ങളെ മുറുകെ പിടിക്കലാണ് സൽസ്വഭാവം. മാത്രമല്ല, പ്രവാചകൻ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർഗപ്രവേശനം നേടുന്നത് സൽസ്വഭാവത്തിലൂടെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും നല്ല സ്വഭാവം വെച്ച് പുലർത്തേണ്ടത് അത് നമ്മുടെ വീട്ടുകാരോടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിലേക്ക് വെച്ച് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് ഞാൻ എൻ്റെ വീട്ടുകാരോട് ഏറ്റവും നല്ല പോലെ പെരുമാറുന്നവനാണ്. എന്നാൽ നമ്മളിൽ പലരും പുറത്ത് ആളുകളോട് നല്ല നിലക്ക് പെരുമാറുകയും അവരോട് കരുണ കാണിക്കുകയും അവരോട് സംസാരിക്കുമ്പോഴെല്ലാം അനുകമ്പ കാണിക്കുകയും ചെയ്യുന്നു. എന്നാൽ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭാര്യയുടെ മുഖത്തടിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, അവനാണ് ഏറ്റവും മ്ലേച്ഛനെന്ന്. നമ്മൾ ഏറ്റവും കൂടുതൽ കരുണ കാണിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ സഹാനുഭൂതി കാണിക്കേണ്ടത് നമ്മളെ ഇണകളോടും മക്കളോടുമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളോടാണ്. നമ്മൾ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടത് അയൽവക്കങ്ങളോടാണ്. ഇത്തരത്തിൽ അള്ളാഹും റസൂലും പഠിപ്പിച്ച മുഴുവൻ സൽഗുണങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഒരു മനുഷ്യൻ സൽസ്വഭാവ സമ്പന്നനായി തീരുന്നത്. മാത്രമല്ല, പ്രവാചകൻ പറഞ്ഞു, എൻ്റെ അടുക്കൽ സ്വർഗത്തിൽ നാളെ സ്ഥാനം ലഭിക്കുന്നവർ, സ്വർഗത്തിൽ എൻ്റെ അടുക്കൽ മജ്ലിസിലിരിക്കുവാൻ ഭാഗ്യം ലഭിച്ചവർ, അത് സൽസ്വഭാവത്തിൻ്റെ ഉടമകളാണെന്നും പ്രവാചകൻ അറിയിച്ചു. സഹോദരന്മാരെ, സൽസ്വഭാവത്തിൻ്റെ ഉടമകളായി തീരുവാൻ ശ്രമിക്കുക. ഈ ഹദീസിൽ പറഞ്ഞ അള്ളാഹുവിനെ സൂക്ഷിക്കുക, തെറ്റുകൾ സംഭവിച്ചാൽ അതിനെ തുടർന്ന് നന്മകൾ ചെയ്യുക, സൽസ്വഭാവത്തിൻ്റെ ഉടമകളായി തീരുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.